എന്ന വാഹിനി അമൃത സംഗീത നാദവിലാസി. Ladies and gentlemen, welcome to a new episode, and we have a very special person, Mr. Goviraj Madhavan, a very passionate singer, a music businessman, and he's after it, a long journey. Hello, sir. Welcome. Thank you so much for inviting me for this show. Okay, thank you, and welcome. അപ്പം സാറിൻ്റെ ഒരു വളരെ ലോങ് ജേർണിയാണ്. അതെ, മ്യൂസിക് അതിൻ്റെ ഒരു കണക്ഷൻ ഏത് വയസ്സിലാണ് തുടങ്ങുന്നത്? മ്യൂസിക് എൻ്റെ ചെറുപ്പ വയസ്സ് തൊട്ട് തന്നെ മ്യൂസിക് ഞാൻ സ്കൂളുകളിലൊക്കെ അങ്ങനെ കലോത്സവങ്ങളിലും പാടി തുടങ്ങി. പക്ഷെ മ്യൂസിക് പഠിക്കാനുള്ള എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല. ഞാൻ കൽക്കട്ടയിൽ പോയി അച്ഛൻ്റെ കൂടെ പോയി സെറ്റിൽ ആയ ശേഷമാണ് മ്യൂസിക് പഠിക്കാൻ വേണ്ടി തുടങ്ങിയത്. അത് അപ്പോഴേക്കും ഒരു 10-18 വയസ്സ് അപ്പോഴാണ് ഞാൻ മ്യൂസിക് പഠിക്കാൻ തുടങ്ങിയത്. അല്ലാതെ സ്കൂളിലുള്ള കലോത്സവങ്ങളിലൊക്കെ പാടിയിട്ടുണ്ട്. അവിടുന്ന് വി ശങ്കരൻ എന്ന് പറഞ്ഞിട്ട് കൽക്കട്ടയിലുള്ള ഒരു വിദ്വാൻ ഉണ്ടായിരുന്നു. അവിടുന്നാണ് പാട്ട്. അത് ഞാൻ ട്രാവൽ ചെയ്ത് ഐ ഹാവ് ടു ട്രാവൽ അറൗണ്ട് 2 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് വേണം ഞാൻ പോയി സ്കൂളിൽ അവിടെ പോയി മ്യൂസിക് ക്ലാസ്സിൽ പോയി പഠിച്ച് വീട്ടിൽ വരാനൊക്കെ ആയിട്ട്. ചില സമയത്തൊക്കെ വീട്ടിലെത്തുന്ന സമയത്ത് ഒരുപാട് ലേറ്റ് ആവും. എന്താ ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം അച്ഛനൊക്കെ പോലീസ് സ്റ്റേഷനിൽ വരയ്ക്കും പോയിട്ടുള്ള കേസുകൾ. അത്രയും പാഷനേറ്റ് ആയിരുന്നു ഞാൻ. ഇത് കൽക്കട്ടയിൽ, അതായത് പഠിച്ചിരുന്നത് പ്രോപ്പർ കൽക്കട്ടയിലായിരുന്നു ഈ മ്യൂസിക് പഠിച്ചിരുന്നത്. പക്ഷെ ഞങ്ങൾ താമസിച്ചിരുന്നത് ബർദ്വാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ബെൽറ്റിലായിരുന്നു. അതായത് ഹൗറയിൽ നിന്ന് ബർദ്വാൻ പോകുന്ന വഴിയിൽ ശ്രീരാംപൂർ വൈദ്യപട്ടി എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പൊ അവിടെയായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. ബോൺ ആൻഡ് പാർഷ്യലി ബ്രോട്ട് അപ്പ് ഇൻ കൽക്കട്ട. ഞാൻ ഇവിടെ നാട്ടിലും കുറെ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ട് അങ്ങനെയാണ് കലോത്സവത്തിൽ പാട്ട് പാടാനും അതിലൊക്കെ അവസരങ്ങൾ കിട്ടിയിരുന്നു. പക്ഷെ പഠിക്കാനുള്ള ഒരു സമയം ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ അങ്ങനെ പാട്ട് പഠിപ്പിക്കാനോ അങ്ങനെയുള്ള ഒരു സംവിധാനം ഞങ്ങൾ തൊന്നലാവൂർ എന്ന് പറയുന്ന പാലക്കാടിലെ ചെറിയൊരു ഗ്രാമത്തിലാണ് ഞാൻ താമസിച്ച് വളർന്നത്. അപ്പൊ അവിടെ മുത്തശ്ശിയുടെ കൂടെയും അങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് വളർന്നത്. അവര് കഥകൾ കേട്ടിട്ടും ചെറിയമ്മയുടെ പാട്ട് കേട്ടിട്ടും അങ്ങനെയൊക്കെയാണ്. ചെറിയമ്മയാണ് എനിക്ക് ആദ്യമൊക്കെ ആയിട്ട് പാട്ട് പഠിപ്പിച്ചെന്ന് സ്കൂളിൽ പോയി പാടാനൊക്കെ എൻകറേജ് തന്നതും. പിന്നെ അവിടെയുള്ള മാഷ്, സാൻസ്ക്രിറ്റ് മാഷ് വന്ന സമയത്ത് കുറച്ച് പാട്ട് പറഞ്ഞു തരലും അങ്ങനെയൊക്കെയാണ്. പാട്ട് അവര് കലോത്സവത്തിനൊക്കെ അങ്ങനെ കൂട്ടിയിട്ട് പോകും. അങ്ങനെയാണ് പാട്ട് തുടങ്ങിയത്. നമ്മൾ ബേസിക്കലി പാലക്കാട് എന്ന് പറയുമ്പോഴേക്കും യു ഹാവ് സം കണക്ഷൻസ് ഓഫ് മ്യൂസിക് എന്ന് ഓട്ടോമാറ്റിക്കലി വിചാരിക്കും. അപ്പം അതെങ്ങനെ ഈ സംഗീതമായി ബന്ധം ഇല്ലാത്തൊരു വില്ലേജിലേക്ക്? അത് സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് എന്ന് പറയുമ്പോൾ സംഗീതം ടോട്ടലായിട്ടൊരു സംഗീതത്തിന്റെ ഒരു ഏരിയയാണ്. പക്ഷെ ഞാൻ താമസിച്ചിരുന്ന ആ സ്ഥലം എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സ്മോൾ വില്ലേജ്. പിന്നെ ഞാൻ അച്ഛൻ കൽക്കട്ടയിലും ഞങ്ങള് ഇവിടെയും മുത്തശ്ശി മാത്രം കൂട്ടിനും മല്ലുള്ള സമയത്ത് ഞങ്ങളെയൊക്കെ പുറത്ത് വിട്ടിട്ട് പാട്ട് പഠിപ്പിക്കാനോ അതിനുള്ള അവസരങ്ങളൊന്നും, അല്ലെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് പോയി പാട്ട് പഠിച്ചിട്ട് വരണം എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ വേണം ചെയ്യാനായിട്ട്. പക്ഷെ അതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഞങ്ങൾക്ക് ബസ് റൂട്ടേ ഇല്ല. അവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ബസ് റൂട്ടേ ഉണ്ടായിരുന്നില്ല. നടന്ന് ഒരു 4 കിലോമീറ്റർ നടന്നിട്ട് വേണം ഒരു ബസ് പിടിക്കാൻ തന്നെ പോകാൻ. പലപ്പോഴും കാളവണ്ടിയിലോ അല്ലെങ്കിൽ നടന്നിട്ട് സൈക്കിളില് അങ്ങനെയൊക്കെയാണ്. സൈക്കിളൊക്കെ കിട്ടിയത് പല വർഷങ്ങൾ കഴിഞ്ഞ ശേഷം. അവിടുന്ന് ആക്ച്വലി ഈ ഒരു മ്യൂസിക് കണക്ഷൻ ആ ഒരു സമയത്തില്ലായിരുന്നു. അപ്പോൾ പിന്നീട് പ്രൊഫഷണലി ആണ് പോയത്? എന്താണ് പഠിച്ചത്? എവിടെയാണ് പഠിച്ചത്? ഇല്ല, ഞാൻ കൽക്കട്ടയിൽ പോയി അവിടെ ഈ കേരള സമാജം അങ്ങനെയുള്ള ഇതിലൊക്കെ പോയി പാടുന്നത് കേട്ടിട്ട് അവിടെ വിദ്യാർത്ഥി എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളം ടീച്ചർ എന്നെ പരിചയപ്പെടുകയും അവര് വന്നിട്ട് നീ പാട്ട് പഠിക്കണം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി ഒരു പാട്ട് ടീച്ചറെ അടുത്ത് കൊണ്ടുപോയി ചേർക്കുക ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ പാട്ട് പഠിച്ചു തുടങ്ങിയത്. ഞാനൊക്കെ ആ സമയത്തൊക്കെ പാട്ട് പഠിക്കുന്ന സമയത്ത്, കാരണം അത്രയും ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു പാട്ടിന്റെ മേലെ. പാട്ട് എങ്ങനെയും പാട്ട് പഠിക്കണം എന്നുള്ള ഒരു ഇതിലായിരുന്നു. അതൊക്കെ ഇരുന്ന് എത്ര വേണമെങ്കിലും ഇരുന്ന് പഠിക്കാമെന്നുള്ള ഒരു സിറ്റുവേഷൻ. പക്ഷെ ഇറ്റ് വാസ് ടു ലേറ്റ്. കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ. പക്ഷെ എന്റെ പ്രൊഫഷനെ വന്നിട്ട് ആദ്യം തൊട്ട് തന്നെ ചിലപ്പോ സംഗീതം ആയിരിക്കും.
അപ്പാർട്ട് ഫ്രം മ്യൂസിക് എന്താ പഠിച്ചത്? ഞാൻ ഇത് BA എക്കണോമിക്സ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജോലിക്ക് ചേരുക ചെയ്ത്. കോയമ്പത്തൂരാണ് ആദ്യം വന്ന ഒരു ചെറിയൊരു ക്യാപ്ഷൻ എഞ്ചിനീയറിംഗ് കമ്പനി പറഞ്ഞ കമ്പനിയിൽ ജോയിൻ ചെയ്തു. പിന്നെ സ്റ്റെയിൻസ് മോട്ടോഴ്സിൽ കാലിക്കറ്റിൽ ജോയിൻ ചെയ്തു. കോയമ്പത്തൂർ ഇരിക്കുന്ന സമയത്ത് ഒരു ടീച്ചർ എടുത്ത് ഞാൻ പഠിച്ചു. കാരണം തുടങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ സംഗീതം പഠിക്കുന്നത് വിട്ടിട്ടില്ല. എവിടേക്ക് ഞാൻ മൂവ് ചെയ്താലും അവിടെ ഒരു മാസ്റ്ററെ കണ്ടെത്തും. അപ്പോ ജോലി കഴിഞ്ഞിട്ട് പഠിക്കാൻ പോകും, ജോലി കഴിഞ്ഞ് പഠിക്കാൻ പോകും, അല്ലെങ്കിൽ കാലത്ത് നേരത്തെ പഠിക്കും, ക്ലാസ്സിന് പോവും. അങ്ങനെയായിരുന്നു. കോയമ്പത്തൂർ എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കാലിക്കറ്റിലേക്ക് സ്റ്റെയിൻസ് മോട്ടോഴ്സ് കാലിക്കറ്റ് പോയി. കാലിക്കറ്റ് പോയപ്പോൾ ഹരിപ്പാട് KPN ബിൽഡർ അടുത്ത് പാട്ട് പഠിക്കുക. അതൊരു വലിയൊരു കഥയാണ്. അത് ഞാന് പോസ്റ്റ് ഓഫീസിൽ മണി ഓർഡർ അയക്കാൻ വേണ്ടിയിട്ട് അന്ന് വന്നിട്ട് പോയി. ഞാൻ അവിടെ പോയ സമയത്ത് അവിടെ ഒരു മാഷ KPN പിള്ള സാറെന്ന് വെച്ചോളൂ. KPN പിള്ള സാറ് വന്നിട്ട് ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അറിയില്ലല്ലോ അപ്പം അന്ന് KPN പിള്ള സാർ ആരാണെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ പാട്ട് മൂളിയിട്ട് ഒരു അമ്മയ്ക്ക് മണി ഓർഡർ അയക്കുക. അപ്പോ മുകളിൽ കേട്ടപ്പോൾ എനിക്കിതൊരു കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു വിദ്വാനാണ് മുകളിലത് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഞാൻ അടുത്ത് ചോദിച്ചു, പാട്ട് പഠിപ്പിച്ചു തരാൻ പറ്റുമോ എനിക്കെന്ന് ചോദിച്ചു പോയിട്ട്. അങ്ങനെയാണ് മൂപ്പര് എന്നെ കൂട്ടിയിട്ട് പോയി. വീട്ടിൽ തന്നെ അവര് വീട്ടിൽ തന്നെ താമസിപ്പിച്ച് ഒരു ചാക്യാർ മഠം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു കോഴിക്കോട്. അവിടെ വീട്ടിൽ തന്നെ താമസിപ്പിച്ച് ഒരു 6 മാസം ഞാൻ അവരുടെ കൂടെ തന്നെ ഇരുന്ന ഒരു ഗുരുകുലം മാതിരി പാട്ട് പഠിക്കുകയായിരുന്നു ഇരുന്നത്. പിന്നെ അവിടുന്ന് പിന്നെ ഞാൻ ജോലി മാറി ചെന്നൈക്ക് വന്നു. ചെന്നൈക്ക് വന്നപ്പോഴും ഞാനൊരു ടീച്ചറെ കണ്ടു ഇന്ദിരാ മേനൻ എന്ന് പറഞ്ഞിട്ട്. അവരുടെ അടുത്ത് പല വർഷങ്ങൾ ഞാൻ അവിടുന്ന് പാട്ട് പഠിക്കുന്നത്. വിപ്രോയിലുണ്ടായിരുന്നപ്പോഴും പാട്ട് പഠിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ മെഡിമിക്സിൽ ജോയിൻ ചെയ്തു. മീഡിയ ഹെഡ് ആയിരുന്നു ഞാൻ അവിടുത്തെ. അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴും ഞാൻ പാട്ട് പഠിച്ചു തുടങ്ങിയിരുന്നു. പിന്നെ ഞാൻ അവിടുന്ന് ഹലോ FM ജോയിൻ ചെയ്ത് ഞാൻ മധുരൈ, കോയമ്പത്തൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ട്രാവൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ, അവിടെ സ്റ്റേ ചെയ്യേണ്ടതും ട്രാവൽ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്ന സമയത്ത് പാട്ട് പഠിക്കാനോ അത് തുടർന്ന് കൊണ്ടുപോകാനുള്ള ഒരു പ്രാക്ടീസ് ചെയ്യാനുള്ള തീരെ ഉണ്ടായിരുന്നില്ല. ചെന്നൈയിൽ ഉണ്ടായിരുന്നവരിക്കും ഞാനും നിറയെ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുമായിരുന്നു. ഓർക്കസ്ട്ര പ്രോഗ്രാമുകളും കരോക്കെ സെഷൻസും അങ്ങനെ പ്രോഗ്രാമുകളും ചെയ്യുമായിരുന്നു. അമ്പലങ്ങളിൽ കച്ചേരി എന്ന് പറഞ്ഞിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ അപ്പം ഈ പ്രൊഫഷണൽ കരിയർ പോകുന്നത് ഒരു മെക്കാനിക്കൽ ഒരു ഏരിയയിലാണ്. അവിടുന്ന് പിന്നെ ഈ മീഡിയ ഇൻഡസ്ട്രിയിൽ ഒരു പാട്ടാവുന്ന എങ്ങനെയാണ്? മീഡിയ അത് ഞാൻ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ബാലൻസിങ് ബോത്ത് വർക്ക് ആൻഡ് പാഷൻ. ഇതെങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ്. അതായത് ഫാമിലി ഉണ്ട്, വർക്ക് ഉണ്ട്, ഇതിന്റെ ഇടയിൽ നമ്മുടെ പാഷൻ ഉണ്ട്. ഈ മൂന്നും നമുക്ക് ബാലൻസ് ചെയ്യണം. ഈ ബാലൻസ് ചെയ്തിട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഒരാളുടെ ഒരു എന്താ പറയാ, ഒരു മിടുക്കെന്ന് പറയാം. അങ്ങനെ അത് എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. ഞാൻ ചെന്നൈയിലുള്ളത് വരയ്ക്ക് എനിക്ക് അത് ചെയ്യാൻ പറ്റിയിരുന്നു. ഓഫീസിലുള്ള സമയത്ത് ഓഫീസിൽ ശരിയായിട്ടുള്ള കോൺസെൻട്രേറ്റ് ഓഫീസ് ചെയ്ത് വർക്ക് ചെയ്യുക. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള കാര്യങ്ങളും പക്ഷെ എനിക്ക് എൻ്റെ വൈഫ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ കൂടുതലായിട്ട് എനിക്ക് വീട്ടിലത്തെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ സംഗീതം പറഞ്ഞാൽ വീട്ടിൽ വന്ന് വീട്ടിലെ സമയം കിട്ടുമ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യുക, കാലത്തൊക്കെ എണീച്ച് പ്രാക്ടീസ് ചെയ്യുക, ക്ലാസ്സിന് റെഗുലറായിട്ട് ക്ലാസ്സിൽ പോവുക, ടീച്ചർ പറഞ്ഞു തരുന്നത് പഠിക്കുക. അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ കുറെ ഡെവലപ്പ് ചെയ്തല്ല. ഞാൻ ഒരു വലിയൊരു പ്രൊഫഷണൽ സിംഗർ അല്ല. എനിക്ക് ഉള്ളിലുള്ള ഒരു പാഷനെ എങ്ങനെ ഞാനത് ആ ഒരു ആഗ്രഹത്തിന്, പഠിക്കാനുള്ള ഒരു ആഗ്രഹത്തിന് ഞാൻ എങ്ങനെ അത് കൊണ്ടുപോയി എന്നുള്ളതാണ് മുഖ്യം. ഇപ്പം ചിലർക്ക് ചെറുപ്പകാലം തൊട്ടേ ഉള്ള ആഗ്രഹം ഉണ്ടായിരിക്കും, പിന്നീട് അത് ചെയ്യണം എന്ന് വിചാരിച്ച് പിന്നെ ആ ഒരു ആഗ്രഹം ഡിമിനിഷ് ചെയ്ത് പോകും. പക്ഷെ സാർ അത് ഇപ്പം റിട്ടയർഡ് ലൈഫിലാണെങ്കിലും അത് സ്റ്റിൽ ഇറ്റ് ഇസ് യു ആർ ക്യാരിയിങ് ഇറ്റ്. അതിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെന്ന് പറയാം എനിക്ക്. ഞാനൊരു ദൈവവിശ്വാസിയാണ്. അപ്പോൾ അത് തന്നെ അതിൻ്റെ ഒരു അനുഗ്രഹമുണ്ട്. ഞാൻ പോകുന്നവിടെയൊക്കെ എനിക്ക് സംഗീതം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇതൊക്കെ ചെന്നൈയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ മെഡിമിക്സിലുള്ള സമയത്ത് സംഗീതം പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ജോയിൻ ചെയ്തത് ഹലോ FM റേഡിയോയിലാണ്. അത് ഹലോ FM എന്ന് പറയുന്നത് ദിനത്തന്തിയുടെ ഒരു ഗ്രൂപ്പിലെ കമ്പനിയാണ്.
അപ്പോൾ അതിൽ ക്ലസ്റ്റർ ഹെഡ് ആയിട്ടാണ് ചോദിച്ചത്. അതായത് കോയമ്പത്തൂർ, മധുരൈ, ട്രിച്ചി, സേലം, ഈറോഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എൻ്റെ ഒരു ക്ലസ്റ്ററായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് എനിക്ക് ഓഫീസിൽ ഇരിക്കുമ്പോഴും പുറത്തു പോകുമ്പോഴും ഈ പാട്ട് കേട്ടിട്ട് തന്നെയാണ് ഞാൻ 15 വർഷക്കാലം ഉണ്ടായിരുന്നത്. അപ്പോൾ പാട്ട് എൻ്റെ ഇതൊന്നും പോയിട്ടില്ല. ഞാൻ വേറെ ഏതെങ്കിലും ജോലി ആയിരുന്നെങ്കിൽ കൂടെ ഞാൻ ട്രാൻസ്ഫർ ആയിട്ട് വേറെ ജോലി പാട്ട് കേൾക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനോട് എനിക്ക് അത്ര എത്രത്തോളം അതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം പോയി പെട്ടത് ആദ്യം സംഗീതത്തിൽ തന്നെ. ഹലോ FM എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും അവിടെ മ്യൂസിക്കാണ്. മ്യൂസിക് കേൾക്കലും, മ്യൂസിക് പറയലും, മ്യൂസിക് ഇവന്റ് ചെയ്യലും, നിറയെ ഇവന്റ്സ് ഒക്കെ നമ്മൾ മ്യൂസിക് പരമായിട്ടുള്ള ഇവന്റ്സ് ഒക്കെ നിറയെ ചെയ്യുമായിരുന്നു. അങ്ങനെ മ്യൂസിക് എന്നെ വിട്ട് എപ്പോഴും പോയിട്ടേ ഇല്ല. അത് കഴിഞ്ഞിട്ട് റിട്ടയർ ആയി കഴിഞ്ഞതും ഞാൻ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഒരു 58 years എന്ന് പറയുന്നത് ഒരു റിട്ടയർമെന്റ് ഏജ് അല്ല. പക്ഷേ ഞാൻ റിട്ടയർ ആയാലും എനിക്ക് ധാരാളം എനിക്ക് മാർക്കറ്റിംഗ് ആസ് എ പ്രൊഫഷൻ, മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് ആയിട്ട് പോവാം, മാർക്കറ്റിംഗിൽ വേറെ ഇതായിട്ട് പോവാം, മീഡിയ കൺസൾട്ടൻ്റ് ആയിട്ട് പോവാം, ഒക്കെ പോവായിരുന്നു. പക്ഷേ ഐ ഡിഡ്ന്റ് ഗോ. കാരണം എനിക്ക് മതി. ഇത്രയും കാലം നമ്മൾ പാട്ടിന് വേണ്ടിയിട്ട്, പാട്ട് പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ പാട്ടിന്റെ പിന്നാലെ പോകാനായിട്ടോ അല്ലെങ്കിൽ ഒന്നിനും അതിന് കൂടുതൽ സമയം ചെലവാക്കി, എത്രത്തോളം എനിക്ക് ആഗ്രഹം ഉണ്ടായെങ്കിലും അതിനോട് കൂടുതൽ ഇൻവോൾവ് ചെയ്തിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ അതിനെ പറ്റി കൂടുതൽ അറിയാനോ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദിസ് ഈസ് ദ ടൈം എന്ന് വിചാരിച്ചു. കാരണം ഇനി ജോലിയുടെ പിന്നാലെയൊക്കെ പോയിട്ട് എന്തിനാ വെറുതെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പഴയ ബുക്കുകളൊക്കെ എടുത്ത് പൊടി തട്ടിയൊക്കെ എടുത്ത് പിന്നെ എഗെയിൻ പഠിച്ചു തുടങ്ങി. ഞാൻ ആദ്യം എഗെയിൻ പോയി ക്ലാസ്സിൽ പോയി ജോയിൻ ചെയ്തു. ശ്യാമള വിനോദ് എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ തന്നെ പോയി ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. വോക്സോളജി, വോയിസ് എങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കാം, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, ഏതൊക്കെ രാഗങ്ങളൊക്കെ എങ്ങനെ വന്ന് സരളി വരിശയും ജണ്ടവരിശിലൊക്കെ എങ്ങനെ ഓരോ രാഗങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതിനൊക്കെ വെച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. അപ്പോഴാണ് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി, ഇതെല്ലാം ഒരു ദൈവകാര്യം എന്നല്ല, ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു സ്റ്റുഡിയോ തുടങ്ങിയാൽ എന്താ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ഒരു സ്റ്റുഡിയോ തുടങ്ങാം എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ശരി, ഓക്കെ, സ്റ്റുഡിയോ തുടങ്ങാന്ന് പറഞ്ഞാൽ അങ്ങനെ സ്റ്റുഡിയോ തുടങ്ങി. സോ വി ആർ നൗ ഇൻ ടു വെരി കോസ്റ്റ് എഫക്റ്റീവില് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്റ്റുഡിയോ ആയിട്ട് ഒരു സർവീസ് തന്നെ വയ്ക്കാം. അതിന്ന് ഒരുപാട് പൈസ നമുക്ക് സമ്പാദിക്കാൻ പറ്റുമോ പറ്റില്ലയോ എന്നുള്ളത് തന്നെ പറ്റില്ല. അതിനേക്കാൾ ഉപരി ഫീഡ് യുവർ സോൾ എന്നുള്ളതാണ്. അതായത് ആ പാഷൻ എങ്ങനെ നമ്മൾ കൊണ്ടുപോകാന്നുള്ളതൊന്ന്. പിന്നെ ഈ വളർന്നു വരുന്ന, ഞാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതായത് ഒരു സ്റ്റുഡിയോയിൽ പോയി പാടണം എന്നൊക്കെ വിചാരിച്ച് നമുക്ക് പറ്റാത്തല്ല. അതായത് നമുക്ക് അതിനുള്ള ടൈമില്ല. ഇപ്പൊ മ്യൂസിക് ഡയറക്ടർ അടുത്ത് പോയി അപ്രോച്ച് ചെയ്താൽ കൂടെ അവൾ നാളെ വരണം, 2 ദിവസം കഴിഞ്ഞ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ സമയത്ത് നമുക്ക് പോകാൻ പറ്റാത്ത പല കേസൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് ഈ യൂട്യൂബില്ല, ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ചെയ്തിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളതൊന്നും സംവിധാനങ്ങൾ ഇന്ന് പല സംവിധാനങ്ങളും അതിനുള്ളതുണ്ട്. അപ്പൊ അതിനുള്ള നിറയെ ടാലന്റഡ് ആൾക്കാരുണ്ട്. അവർക്ക് ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു പാട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ടേക്ക് 50,000 rupees 1 lakh rupees ഇല്ലാണ്ട് ഒരു പാട്ട് പുറത്ത് കൊണ്ടുവന്ന ഒരു ആൽബം ചെയ്യാൻ പറ്റില്ല. അവർക്കൊക്കെ ഒരു ഹെൽപ്പായിട്ട്, അതായത് ലിറിസിസ്റ്റ് ഉണ്ടാവും, ഒരു ലിറിക്സ് വെച്ചിട്ട് നമുക്ക് എന്താണ് ഇത് എങ്ങനെയാണ് നമ്മുടെ റിലീസിനൊന്നും ഒരു അതിനൊരു ജീവൻ കൊടുക്കാൻ പറ്റാതെ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഒരു സ്ഥലമായിട്ട് നമ്മുടെ സ്റ്റുഡിയോ വന്നു കഴിഞ്ഞാൽ ഓൺലി ഫോർ 5,000 rupees നമ്മൾ ഒരു മ്യൂസിക് ചെയ്ത് കൊടുക്കും. കംപ്ലീറ്റ് പ്രോഗ്രാമിംഗ്, ഓർക്കസ്ട്രേഷൻ, മിക്സിംഗ്, മാസ്റ്ററിങ്, പാടുന്നവരാണെങ്കിൽ പാടാൻ വെച്ച് അവരെ പാടാൻ വെച്ച് ചെയ്തു കൊടുക്കും. ഇല്ല, ലിറിക്സ് മാത്രമാണെങ്കിൽ നമ്മൾ പാട്ടുകാരെ വെച്ച് പാടി കൊടുക്കും. ജസ്റ്റ് ഫോർ 5,000 rupees. നല്ല അങ്ങനെ എങ്ങനെയാണ് ഫീസിബിൾ ആവുന്നത്? ഇത് ഫീസിബിൾ ആവുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് സോങ്സ് നിറയെ ചെയ്യണം. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഫീസിബിൾ ആവും. അപ്പോൾ ഇത്
ഒരു മാസ് കോൺസെപ്റ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിലും ബട്ട് ടുഡേ ദർ ആർ സോഷ്യൽ മീഡിയ ഈസ് അവൈലബിൾ ലൈക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്നുള്ളതിലൊക്കെ നമ്മൾ അതിൽ കൂടെ കുറച്ചായിട്ട് ഇപ്പം തുടങ്ങിയിട്ട് 6 മാസമായി. 6 മാസത്തിൽ വി ഹവ് ഓൾറെഡി ഡൺ 150 സോങ്സ്. അതെ, അങ്ങനെ വളർന്നു വരുന്ന ഒരു പ്രസ്ഥാനമായിട്ട് സ്വരരാഗ മ്യൂസിക് സ്റ്റുഡിയോ ആണ് നമ്മുടെ സ്റ്റുഡിയോന്റെ പേര്. അപ്പോൾ അതങ്ങനെ ചെയ്യുന്നു. അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് മ്യൂസിക് ഡയറക്ടർ സഞ്ജീവ് ലാൽ ഉണ്ട്. നമുക്ക് ലിറിക്സ് എഴുതി തരാനായിട്ട് വാസുദേവൻ പനമ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള ലിറിസിസ്റ്റ് ഉണ്ട്. അതല്ലാതെയും കുറെ ലിറിക്സ് എഴുതുന്നവരുണ്ട്. അതായത് നിറയെ പേര് ലിറിക്സ് കൊണ്ടുവരുന്നവരുണ്ടല്ലോ, അവർക്ക് നന്നായി എഴുതാൻ കഴിവുള്ളതാണ്. പലപ്പോഴും എനിക്ക് തമിഴിലുള്ള ലിറിക്സ് എഴുതി തരുന്നത് ആർക്കെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവരെ തന്നെ അപ്രോച്ച് ചെയ്യും. എനിക്ക് ഒരു ലിറിക്സ് വേണം, അവര് ദേ വിൽ സപ്പോർട്ട് മീ. എനിക്കതിൽ കൂടുതൽ അതിന് പൈസ ചെലവാക്കിയിട്ട് ഞാൻ അതിന് ലിറിക്സ് എടുക്കേണ്ട കാര്യം എനിക്ക് അതെ ചെയ്തതിന്റെ ഒരു ബെനിഫിറ്റ്. അപ്പൊ നമുക്കൊരു യൂണിയൻ തന്നെയായി ഇപ്പോ. യൂണിയൻ ഓഫ് മ്യൂസീഷ്യൻസ്, ലിറിസിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു കമ്മ്യൂണിറ്റി തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പൊ എനിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഫാമിലി എനിക്ക് ഒരു വൈഫ്, ഒരു മോൻ കല്യാണം കഴിഞ്ഞ് അവര് മോനിപ്പോ യുഎസിലാണ്. ഹീസ് ദേർ. മരുമോളും അവിടെ തന്നെ പോവാൻ പോകണം. ഇപ്പൊ മാർച്ചിൽ ഷീ ഓൾസോ വിൽ ബി ഷിഫ്റ്റിംഗ്. അവർക്ക് മ്യൂസിക്കായിട്ട് എന്തെങ്കിലും കണക്ഷൻസ്? മോനെ ചെറുപ്പത്തിൽ ഞാൻ പാട്ട് പഠിച്ചിരുന്നു, പക്ഷെ അവന് പാട്ടിനേക്കാളും കൂടുതൽ ക്രിക്കറ്റിലായിരുന്നു ഇൻട്രസ്റ്റ്. ആൻഡ് ഹി വാസ് പ്ലേയിങ് സെക്കൻഡ് ഡിവിഷൻ TNC സെക്കൻഡ് ഡിവിഷൻ വഴിക്കൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ ഇപ്പോഴും കളിക്കുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ ഇന്നവരിക്കും TNC തേർഡ് ഡിവിഷൻ, സെക്കൻഡ് ഡിവിഷൻ, തേർഡ് ഡിവിഷൻ കളിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ലാസ്റ്റ് മെയിലാണ് അവൻ വന്നിട്ട് US പോയത്. അവിടെ പോയ ഉടനെ അവന് വേറെ ഒരു ക്ലബിൽ ജോയിൻ ചെയ്ത് അവൻ അവിടെ കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഹി ഈസ് ഓൾസോ ഇൻ ടു ബാലൻസിങ് ഹിസ് വർക്ക് ആൻഡ് ഹിസ് പാഷൻ എന്ന് പറഞ്ഞ പോലെ. അവന് ക്രിക്കറ്റ് വിട്ടിട്ടുള്ള ഒരു ഇതില്ല, അവന് എന്താ പറയാ, വേറൊരു ഇതില്ല. അങ്ങനെ ഹീസ് എൻജോയിങ് ഹിസ് ലൈഫ്. ബേസിക്കലി പാലക്കാടാണോ അതോ തമിഴ്നാടാണോ, എവിടെയാണ് ഇപ്പം സെറ്റിൽ ചെയ്തിരിക്കുന്നത്? സെറ്റിൽ ചെയ്തിരിക്കുന്നത് ചെന്നൈയിലാണ്. ഞാൻ പക്ഷേ ഐ ട്രാവൽഡ് അക്രോസ് ലൈക്ക് ഞാൻ വർക്ക്ഡ് ഇൻ ബാംഗ്ലൂർ, ഐ വർക്ക്ഡ് ഇൻ ചെന്നൈ, ഐ വർക്ക്ഡ് ഇൻ കാലിക്കറ്റ്, ഐ വർക്ക്ഡ് ഇൻ ആലുവ. സോ കേരള ഫുൾ കറങ്ങിയിട്ടുണ്ട് ഞാൻ. ഓൾ മാർക്കറ്റിംഗ് ഇതിലായതുകൊണ്ട് ഞാൻ പല ആന്ധ്ര കംപ്ലീറ്റ് സൗത്ത് ഇന്ത്യ ഇതിലായിരുന്നു പല കമ്പനികളിലും ഉണ്ടായിരുന്നത്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ. അപ്പോൾ ഐ വാസ് ട്രാവലിംഗ് എ ലോട്ട് ലൈക്ക്. പക്ഷേ ഈ ട്രാവലിംഗ് എത്രത്തോളം ഉണ്ടെങ്കിലും സംഗീതം വിട്ടില്ലായിരുന്നു പാഷൻ. ഇപ്പം നമ്മൾ കോൺസെപ്റ്റിനെ പറ്റി പറഞ്ഞത് ഒരു ഭയങ്കര ഒരു കോസ്റ്റ് എഫക്റ്റീവ് കോൺസെപ്റ്റാണ്. അപ്പം ഇപ്പം എൻ്റെ കയ്യിലൊരു ലിറിക്സ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് പാടണം. ഹൗ ആർ യു ഗോയിങ് ടു ഓപ്പറേറ്റ് ഇറ്റ്? എങ്ങനെയാണ് അതിൻ്റെ ഒരു? ഇപ്പം നമുക്കൊരു ലിറിസിസ്റ്റ് വരികയാണ് നമ്മുടെ കാര്യത്തിൽ, ലിറിക്സും കൊണ്ടുവരണം. എനിക്ക് ഈ പാട്ട് ഒന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിറിക്സ് നമ്മൾ ആദ്യം നമ്മൾ മ്യൂസിക് ഡയറക്ടറിന് അയക്കും. മ്യൂസിക് ഡയറക്ടറിനെ അയച്ചിട്ട് ഇതിനെ ഒന്ന് ട്യൂൺ ചെയ്ത് തരാൻ പറ്റും. ചിലപ്പോൾ ഈ പാട്ട് ലിറിക്സ് എഴുതുന്നവരുണ്ടല്ലോ, ഒരു പ്രൊഫഷണൽ പാട്ട് എഴുതുന്ന ഒരു കൂട്ടത്തിലായിരിക്കില്ല അവർ, ഈ കവിത രൂപത്തിൽ എഴുതുന്നവരായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ കൂടി ആലോചിച്ച് മ്യൂസിക് ഡയറക്ടറോടും ലിറിസിസ്റ്റിനോടും കൂടി ആലോചിച്ച് അതിനെ ചിട്ടപ്പെടുത്തണം. കറക്റ്റായിട്ട് മീറ്ററിൽ നമുക്ക് ആദ്യം എഴുതി ഉണ്ടാക്കണം. അതിനൊക്കെ നമുക്ക് മ്യൂസിക് ഡയറക്ടർ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ മ്യൂസിക് ഡയറക്ടർ അതിനെ ഒന്ന് ട്യൂൺ ചെയ്ത് തരും. അതൊന്ന് പാടി ഏത് രാഗത്തിലോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഇത് ഈ പാട്ട് ഉണ്ടാവേണ്ട, ഈ ലിറിക്സ് എങ്ങനെയായിരിക്കണം പാടി പുറത്ത് വരേണ്ടതെന്നുള്ള ഒരു ഐഡിയ മ്യൂസിക് ഡയറക്ടർ ഉണ്ടാവും. അത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ദെൻ വിൽ സ്റ്റാർട്ട് ഇത് ചെയ്യും, പ്രോഗ്രാമിങ് ചെയ്യാം. അതിനെ പ്രോഗ്രാമിങ് ചെയ്യുന്ന കംപ്ലീറ്റ് ഓർക്കസ്ട്രേഷൻ എന്നുള്ളതാണ്. അതിനെ കംപ്ലീറ്റ് ഓർക്കസ്ട്രേഷൻ ചെയ്ത് അതിനെ
ചിട്ടപ്പെടുത്തണം. പല ട്രാക്കുകളായിട്ട് നമുക്കതിനെ പ്രോഗ്രാമിങ് ചെയ്ത് കിടക്കാം. അതിൽ വീണ ഉണ്ടാവും, ചിലപ്പോൾ വലിയ ഫ്ലൂട്ട് ഉണ്ടാവും, മറ്റേ വേറെ റിതം പാറ്റേൺ ഒക്കെ ഉണ്ടാവും. അങ്ങനെ പല ട്രാക്കും നമ്മൾ അതിൽ ഫില്ല് ചെയ്ത് അതിനെ ഓർക്കസ്ട്രേഷൻ ചെയ്ത് ഒരു മ്യൂസിക് റെഡിയാക്കും. അതിനുശേഷം നമ്മൾ ഒരു പാട്ടുകാരന് ഇത് വിളിച്ച് ഇത് പാടിത്തരാൻ വേണ്ടി പറയും. അപ്പോൾ അവരത് കേട്ട് പഠിച്ച് വന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് പാടി അതിനെ പാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് അത് കഴിഞ്ഞ് മാസ്റ്ററിങ് ചെയ്ത് നമ്മളത് അവർക്ക് കൊടുക്കും. ഇത്രയും ഒരു പ്രോസസ്സ് ഉണ്ട്. ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമ്മളത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഇറ്റ് വിൽ ടേക്ക് അറൌണ്ട് എ വീക്ക് ടൈം. We charge only 5,000 rupees. That's it. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ അവിടെ ഇതിന്റെ പ്രോഫിറ്റ് എവിടെയാന്നുള്ളതാണ്. അതെ, ഇതിന്റെ ഇടയിലൊക്കെ നമുക്ക് ഈ പറയുന്ന ഒരു മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്ത് നമുക്കൊരു 1 വീക്ക് ആവും കൊടുക്കാനായിട്ട്. പക്ഷെ ഒരു ദിവസം കൊണ്ട് നമുക്കൊരു പ്രോഗ്രാമിങ് ചെയ്ത് കഴിക്കാൻ പറ്റും. ഓക്കെ, ഇതിന്റെ ഇടയിൽ പഠിക്കാനുള്ള സമയം അത് പാട്ട് പഠിക്കുന്നവർക്കാണ്. ഇതിനിടയിൽ മ്യൂസിക് ഡയറക്റ്റ് ചെയ്യാനുള്ള സമയം 1-2 ദിവസം മ്യൂസിക് ഡയറക്റ്റ് ചെയ്യാനുള്ള സമയം അത് അവർക്ക് മ്യൂസിക് ഡയറക്ടർക്കുള്ളതാണ്. അപ്പോൾ ഇത് സ്റ്റുഡിയോ ടൈം എന്ന് പറയുന്നത് നമുക്ക് ഒരു പാട്ടിന് ഒരു 1 ഡേ മതി. അപ്പോൾ ഒരു പാട്ടിന് എന്നുള്ളത് നമുക്ക് ഒരു 1 ഡേ ഒരു 1.5 days എന്നുള്ളതാണ് സ്റ്റുഡിയോ ടൈം വേണ്ടു. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇറ്റ്സ് വയബിൾ. ഒരു ദിവസം നമുക്ക് ഒരു പാട്ട് പ്രൊഡ്യൂസ് ചെയ്ത് പുറത്ത് കൊണ്ടുവരാൻ പറ്റും. കുറച്ചുകൂടെ അതൊന്ന് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണമെങ്കിൽ, കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനുണ്ടെങ്കിൽ വി ക്യാൻ ഡു ഈവൻ 2 songs ഓൾസോ. ഈ എമൗണ്ടിൽ ഒരു ദിവസം നമുക്ക് 2 പാട്ടായിട്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അതിനുള്ള എഫേർട്ടാണ് ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. യുണീക് കോൺസെപ്റ്റ് ആണ്, ഗ്രേറ്റ് ഗോയിങ് ആണ്. ഇനി ഒരു നെക്സ്റ്റ് അംബിഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ ഒരു നെക്സ്റ്റ് മൈൽ സ്റ്റോൺ? ഇല്ല, നെക്സ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഇതിനെ ഇപ്പം നമ്മൾ ഒരു ദിവസം ഒരു പാട്ട് എന്നുള്ളത് അതെങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം ചെയ്തിട്ട് അതിന്റെ ക്വാണ്ടിറ്റി എങ്ങനെ കൂട്ടാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഒരു പാട്ടൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് റിയലി വയബിൾ. അപ്പൊ അതെങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും? അറ്റ്ലീസ്റ്റ് ഒരു 2 songs per day ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ബി വെരി മച്ച് വയബിൾ ആയിരിക്കും. അപ്പൊ അതിനുള്ള എഫേർട്ടാണ് ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂസിക്സ് വേർ ഡു യു ഗെറ്റ് ടു ലിസൺ? ഇതെവിടെ നമുക്ക് കേൾക്കാൻ പറ്റും? ഇത് പലരും ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നവര് നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നവര് അവര് ഈ സോഷ്യൽ മീഡിയയിൽ ആണ് അതിൽ അപ്ലോഡ് ചെയ്യുക. അത് യൂട്യൂബില്, മറ്റേ ഇൻസ്റ്റയില് റീലായിട്ടും അല്ലാതെയും അല്ല ഫുൾ സോങ് ആയിട്ട് യൂട്യൂബിലും ആയിട്ട് അത് പോസ്റ്റ് ചെയ്യും. നമ്മളിലൊക്കെ പേര് വെച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്യും. അങ്ങനെ ആരാണ് പാടിയത്, ആരാണ് ലിറിക്സ് എഴുതിയത്, ആരാണ് മ്യൂസിക് ഡയറക്ടർ, ആരാണ്, എവിടെയാണ് റെക്കോർഡ് ചെയ്തത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള നിറയെ പാട്ടുകൾ യൂട്യൂബിലും കാണാൻ പറ്റും, ഇൻസ്റ്റയിൽ കാണാൻ പറ്റും, റീൽസ് ആയിട്ടും നമുക്ക് ഇപ്പൊ കാണാൻ പറ്റും. സാർ, ക്രിയേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഒരു 2 വരി പാടാൻ പറ്റും? ഇപ്പൊ ഞാൻ പാട്ട് പാടുന്നതിനേക്കാൾ നല്ല ഞാൻ ഓൾറെഡി പാടി വെച്ചിട്ടുള്ള പാട്ടിന്റെ ക്ലിപ്പ് ഞാൻ തരാം. അപ്പൊ അത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് കേൾപ്പിച്ചു കൊടുക്കാൻ ഇനിയും കുറച്ചുകൂടെ നന്നായിരിക്കും. പാടുന്നതിനേക്കാൾ നന്നായിരിക്കും. എല്ലാ പാട്ടുകളും ഞാൻ സ്റ്റുഡിയോയിൽ പാടാറില്ല. പല വെളിയിലുള്ള ആൾക്കാർക്കും അതിനുള്ള ചാൻസ് കൊടുക്കും. നിറയെ പേർക്ക് നമ്മുടെ ഒരു പാനൽ ഓഫ് സിംഗേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും നമ്മൾ ഇപ്പൊ ഫീമെയിൽ സിംഗേഴ്സ് ആയാലും മെയിൽ സിംഗേഴ്സ് ആയാലും
ചെന്നൈയിലും മറ്റുള്ള സ്ഥലങ്ങളിലായിട്ട് പാഷനേറ്റ് സിംഗേഴ്സ് ഉള്ളവർക്ക് നമ്മൾ വിളിച്ച് സ്റ്റുഡിയോയിൽ വിളിച്ച് നമുക്ക് ചാൻസ് കൊടുക്കാറുണ്ട്. അവർക്കൊക്കെ അതെല്ലാം ഒരു സന്തോഷം. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ കോൺസെപ്റ്റ്. അതൊരു എന്താ ഒരു കാട്ടുതീ പോലെ ഒരു വൻ സക്സസ് ആയി മാറട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു അവർ എപ്പിസോഡ്. Thank you so much. Thank you so much for the opportunity.